ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം ജീവിതത്തിലേക്ക് നാം ഏറ്റെടുക്കേണ്ട ഒരു വിചിന്തനമാണ്. യൗവനത്തിൽ ജ്ഞാനമൊഴുകി, പിന്നീടോ പാപമൊഴുകി. ഇത് ഒരു ബൈബിൾ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് യൗവനത്തിൽ പാപമൊഴുകും. യൗവനത്തിൻ്റെതായ തിളപ്പിൽ പലരും ലൗകികമായിട്ടും ജഡികമായിട്ടും ഒക്കെ ചിന്തിച്ച് ജീവിച്ച് പാപമൊഴുകുന്ന അവസ്ഥ. കുറച്ച് കഴിയുമ്പം മാനസാന്തരമൊക്കെ വന്ന് ഇരുത്തമൊക്കെ വന്ന് കുറച്ചുകൂടെ ജ്ഞാനികളെപ്പോലെ ജീവിക്കുന്ന ആ ഒരവസ്ഥ. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകൻ 47 അതിൻ്റെ 14 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ സോളമനെ കുറിച്ചുള്ള കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. യൗവനത്തിൽ ജ്ഞാനം നദി പോലെ ഒഴുകി. അവൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു നേട്ടം, അവൻ യുവാവായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നദി പോലെ അവനിലേക്ക് ഒഴുകി, അവനിൽ നിന്നൊഴുകി. പക്ഷെ പിന്നീട് നമ്മൾ കാണുകയാണ്, അവൻ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ കുടുങ്ങി, അല്ലെങ്കിൽ ജഡസുഖത്തിൽ മുഴുകി, അവൻ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നതും അവൻ്റെ രാജ്യം വിഭജിക്കപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആഴത്തിൽ ഒന്ന് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, യൗവനം സുന്ദരമാണ്, ദുഷിച്ചാലോ ദുസ്സഹം. യൗവനം നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്. നല്ലത് കഴിഞ്ഞാൽ ദുർഗന്ധം വളരെ വലുതായിരിക്കും, സഹിക്കാൻ പറ്റാത്തതായിരിക്കും. യൗവനം സുന്ദരമാണ്, അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. പ്രഭാഷകൻ 6:18 അവിടെ പറഞ്ഞിരിക്കുന്നത്, ചെറുപ്പത്തിലെ ജ്ഞാനസമ്പാദനം തുടങ്ങാൻ പറ്റും. ഏത് പ്രായക്കാരാണെങ്കിലും നമുക്ക് ജ്ഞാനസമ്പാദനം നടത്താൻ പറ്റും. അത് മാറ്റിവെക്കാതെ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, വാർദ്ധക്യത്തിലും ആ ജ്ഞാനസമ്പാദനം നീ തുടരണം. ഇതാണ് ദൈവമക്കളുടെ വിളി. യൗവനത്തിലെ നമ്മൾ ഈ ജ്ഞാനസമ്പാദനം തുടങ്ങുന്നെങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരമാകും. പ്രഭാഷകൻ 47:14 മുതലുള്ള വചനഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, സോളമൻ്റെ ജീവിതത്തിലേക്ക് ജ്ഞാനം നദി പോലെ ഒഴുകിയതിനെക്കുറിച്ചെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഏത് പ്രായത്തിലാണ്? അവൻ യുവാവായിരുന്നപ്പോൾ. സങ്കീർത്തനം 127 4-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. യൗവനത്തിൽ തന്നെ ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണെന്ന് സഭാപ്രസംഗൻ 12-ാം അധ്യായം ആദ്യ വചനങ്ങൾ നമുക്കെല്ലാം സുപരിചിതമാണ്. ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ദുർദിനങ്ങൾ വരും മുമ്പ് അത് വരാതിരിക്കാൻ നീ ചെയ്യേണ്ട ഒരു കാര്യം, യൗവനത്തിലെ നിന്റെ സൃഷ്ടാവിനെ അറിയുക. ആ സൃഷ്ടാവിനെ അറിഞ്ഞ് ഓർത്ത് ജീവിക്കുന്ന വ്യക്തിയായിട്ട് നീ മാറുക. അതാണ് ഈ വചനഭാഗം പഠിപ്പിക്കുക. സങ്കീർത്തനം 89 45-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യൗവനത്തിൻ്റെ നാളുകൾ അപമാനം കൊണ്ട് പൊതിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കുന്നില്ലെങ്കിൽ യൗവനം ദുഷിക്കും. ദുഷിച്ചാൽ അപമാനഭാരം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാൻ സാധ്യതയുണ്ട്. ജോബ് 13-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം ജോബ് പറയുന്നുണ്ട്, എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നു. യൗവനം ദുഷിച്ചതിൻ്റെ പരിണതഫലം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യെശയ്യാ 54:4-ാമത്തെ വചനം എടുത്താൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, യൗവനത്തിൽ അപകീർത്തിയും വൈധത്യത്തിൽ, വൈധത്യം എന്ന് പറഞ്ഞാൽ വിഡോഹുഡ്, വിധവയായി മാറിയിരിക്കുന്ന അവസ്ഥ. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ദനവും വരുത്തിവെക്കാം. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ജ്ഞാനികളെപ്പോലെ ജീവിക്കണം, ദൈവത്തെ അറിഞ്ഞവരെ പോലെ ജീവിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുക. 1 തീമോത്തി 5-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ വിധവകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വിധവയായാലും കുഴപ്പമില്ല, ഒരു നല്ല വിധവയായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയണം. ഒരുപക്ഷെ നമ്മെ ചെറുപ്പത്തിൽ വിധവയായവരാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് പുനർവിവാഹം നടത്താം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ളവരെയാണ് വിധവകളുടെ ഗണത്തിൽ പെടുത്തേണ്ടത്. ഇനി അവര് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തോടും മതത്തോടുമുള്ള കടമകൾ നിറവേറ്റണം. അവരാണ് യഥാർത്ഥ വിധവകൾ. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. രാവെന്നോ പകലെന്നോ ഇല്ല, ദിനരാത്രങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത വിധവകളെ കുറിച്ച് ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സുഖാനുഭവങ്ങളിൽ മുഴുകി കുറ്റക്കാരാകരുത്. വിധവയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറ്റക്കാരായിട്ട് മാറും. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, സൽപ്രവർത്തികളാൽ ജനസമ്മതി നേടണം. അവരാണ് യഥാർത്ഥ വിധവകളെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വേദനിക്കുന്നവരെ അവരാശ്വസിപ്പിക്കണം. അതുപോലെ തന്നെ വീടുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നവരാകരുത്. അപവാദം, അനുചിതമായ സംസാരം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. യഥാർത്ഥ വിധവകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 1 തീമോത്തി 5-ാം അധ്യായം
3 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യൗവനത്തിൽ നേടേണ്ട കാര്യങ്ങൾ യൗവനത്തിൽ നേടണം, മാറ്റിവെക്കരുത്. ചില കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഒരിക്കലും നടക്കാതെ പോകും. പ്രഭാഷകൻ 25 3-ാമത്തെ വചനം, യൗവനത്തിൽ നേടാൻ കഴിയാത്തത് വാർദ്ധക്യത്തിൽ എത്തിയവര് എങ്ങനെ നേടും? ഞാനിനി കട്ട മസിൽ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ നടക്കാൻ പോകുന്നുണ്ടോ? അതിനൊരു പ്രായമുണ്ട്, അതിനൊരു സമയമുണ്ട്. പ്രഭാഷകൻ 6:18, യൗവനത്തിൽ ജ്ഞാനസമ്പാദനം തുടങ്ങുന്നവർക്കാണ് അവർക്ക് വാർദ്ധക്യത്തിലും അത് തുടരാനായിട്ട് സാധിക്കുക. സുഭാഷിതങ്ങൾ 2:17 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭേദപ്പെട്ടത് കാണുമ്പോൾ പങ്കാളിയെ വിടുന്നത് ദുഷ്ചരിതയാണ്. ഇന്ന് ചില വ്യക്തികളെ കാണാൻ സാധിക്കും, ജീവിത പങ്കാളി മരിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അവർക്കിന്ന് ഇഷ്ടം വേറെ ചില വ്യക്തികളെയാണ്. അതിനു വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി വിവാഹമോചനം പ്രാപിക്കാനും അല്ലെ ഇവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആകാനും അവരിഷ്ടപ്പെടുന്ന വ്യക്തിയെ സ്വീകരിക്കാനും അവർ തയ്യാറാകുന്നു വരും. അത് ദുഷ്ചരിതകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 2:17. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, യൗവനം ദുഷിച്ചാൽ ദുർഗന്ധം ദുസ്സഹമായിരിക്കും. ഇത് വചനം പഠിപ്പിക്കുന്നുണ്ട്. യെരമ്യാ 31:19, എൻ്റെ യൗവനത്തിലെ അപമാനഭാരം ഞാൻ വഹിക്കുന്നു. യൗവനം ദുഷിപ്പിച്ചത് കൊണ്ടല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? ഞാനത് ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. എസെക്കിയേൽ 23:21, യൗവനത്തിൻ്റെ വിഷയലമ്പടത്വത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയലമ്പടത്വത്തിലേക്ക് പോയാൽ അതൊരു ഭാരമായിട്ട് ദുർഗന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കും. എസെക്കിയേൽ 22:9 മുതൽ വായിച്ചാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ, യൗവനം ദുഷിപ്പിക്കുന്നവരിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ: രക്തച്ചൊരിച്ചിൽ, അപവാദം, ഭോഗാസക്തി, അയൽക്കാരൻ്റെ ഭാര്യയുമായി മ്ലേച്ഛത, അതുപോലെ തന്നെ മരുമകളെ പ്രാപിക്കാനുള്ള പ്രവണത, സ്വസഹോദരിയെ പോലും ഈ കാമാസക്തിയോടെ നോക്കുന്നത്, കോഴ വാങ്ങിക്കുക, കൊള്ളലാഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൗവനം ദുഷിപ്പിച്ചാൽ വരാവുന്ന കാര്യങ്ങളാണ്. ഇതെത്ര ഗൗരവമുള്ള കാര്യങ്ങളാണെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് യൗവനത്തിലെ ജ്ഞാനം സമ്പാദിച്ച് വാർദ്ധക്യത്തിലും ആ ജ്ഞാന സമ്പാദനം തുടരുന്നവരാകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.